എനിക്കെപ്പോഴും സൂര്യകാന്തി കൃഷി കാണാൻ വലിയൊരു ആഗ്രഹം. അങ്ങനെ തമിഴ്നാട്ടിൽ പോകണം. തമിഴ്നാട്ടിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്ന് പൊയിനാച്ചിക്ക് വന്നിട്ട് എല്ലാം കണ്ടു, നല്ല സന്തോഷമായി. നമുക്ക് ഭാവിയിൽ നല്ല സ്ഥലങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു തോട്ടം നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ. വിദ്യാലയ അമ്മയാണ് ഞാൻ. എന്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒന്ന് ഒത്തുകൂടിയിട്ട് വന്നതാണ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മ രണ്ടാളും ഇന്നൊരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പറയാം പൊയിനാച്ചിയില് സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി വന്നത്. സൂര്യകാന്തി പാടത്തേക്ക് പോകുമ്പോൾ ചീര കൃഷികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക്. നമ്മ രണ്ടാളും എവിടെ എത്തിയെന്ന്? പൊയിനാച്ചി സൂര്യകാന്തി പാടത്തേക്ക് എത്തി. വൈകുന്നേരമാണ്. സൂര്യകാന്തി പൂവിട്ട് കഴിഞ്ഞാൽ 10 ദിവസമായിരിക്കും അതിന്റെ പൂ ഉണ്ടാകുന്നത്. ഇത് ഏപ്രിൽ 5-നാണ് പൂ വിരിഞ്ഞത്. നമ്മ വന്ന ദിവസം ഏപ്രിൽ 15 കഴിഞ്ഞു. അതുകൊണ്ട് പൂവെല്ലാം തല കുത്തി നിൽക്കുന്നുണ്ട്. പൂ വിരിഞ്ഞ സമയത്ത് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടാ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. ചില പൂ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. സൂര്യകാന്തി പൂ കാണാൻ വന്ന ആൾക്കാരത്. നമ്മളിവിടെ പൊയിനാച്ചിയിലേക്ക് വന്നിട്ടാകുമ്പോ കുറച്ചാള് പരിചയപ്പെട്ടു. ആരെല്ലാം പരിചയപ്പെട്ടത്? ഇവിടെ പാടത്തിൽ സൂര്യകാന്തി പൂവിനെ നോക്കാൻ വന്നവരെല്ലാം പരിചയപ്പെട്ടു. നിങ്ങളെല്ലാം നാടേടാന്ന് അറിയില്ല. ഇവിടെ തന്നെ എല്ലാം പൊയിനാച്ചിക്കാരനല്ലേ? പിന്നെ ഇവള് പൊയിനാച്ചി, ഇവള് പറമ്പ് പറമ്പ്. പിന്നെ ഞങ്ങളെല്ലാം ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച ടീമാണ്. സ്കൂളിൽ പഠിച്ചപ്പോ സ്കൂളില് പഠിച്ച ടീമാണ്. എത്രാമത്തെ കൊല്ലം? 78 വെച്ച് ഞങ്ങളുടെ ടീം. സൂര്യകാന്തി പാടത്തിന്റെ ഉടമയായ ശ്രീവിദ്യേച്ചിയുടെ അമ്മ അല്ലേ? ശ്രീവിദ്യാലയ അമ്മയാണ് ഞാൻ. എന്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒന്ന് ഒത്തുകൂടിയിട്ട് വന്നതാണ്. ശ്രീവിദ്യേച്ചിയുടെ അമ്മേനെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ബന്ധരിക്കാന്ന് കണ്ടിട്ട് 2 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ? 2 കൊല്ലം കഴിഞ്ഞ ഫെബ്രുവരിയല്ല, അതിന് മുമ്പത്തേന് ഞങ്ങൾ വെള്ളരിക്ക കൊടുക്കാൻ വേണ്ടിട്ട് ഉത്സവത്തിന് സമയത്ത് വന്നത്. ആ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മ ബത്തക്കേര വീഡിയോ എടുക്കാൻ വരുന്നവർ കഴിഞ്ഞിട്ടേ ഇല്ല. വരാൻ കഴിഞ്ഞിട്ടാ. ഇതിപ്പോ ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമാണ് ബത്തക്കയുടെ കൃഷി ചെയ്യുന്നത്. അതിന്റെ കൂടെ ഇത് പിന്നെ സൂര്യകാന്തി ഇങ്ങനെ ടൂറിന്റെ പാക്കേജിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ഇതൊന്ന് ചെയ്തിട്ട് പരീക്ഷിച്ചത്. ആദ്യം ഒന്ന് പരീക്ഷിച്ചു. അതില് അതിങ്ങനെ ഇപ്പൊ ഇത് നമ്മ ട്രാവലിന്റേതായിട്ട് നമ്മൾ ചെയ്തതാണ്. തണ്ണിമത്തനും വെള്ളരി കക്കരി അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോ നാളത്തെ കൂടെ കഴിയുമ്പോ ഇതിന്റെ ഇത് കഴിഞ്ഞു. 10 ദിവസത്തേക്ക് ഇത് പിന്നെ തല അങ്ങനെ കൊമ്പിട്ടിട്ട് നിക്കുന്നുണ്ട്. ഏപ്രിൽ 5-ന് വിരിഞ്ഞല്ലേ? ഏപ്രിൽ 5 ആകുമ്പോ വിരിഞ്ഞത്. ഏപ്രിൽ 15 വിഷു ആകുമ്പോഴത്തേക്കും നമ്മ എലക്ഷന്റെ അന്ന് ഒക്കെ നല്ല പാങ്ങിന് അന്ന് ആദ്യം ഷൂട്ടിംഗ് എടുത്തു. അവരെന്നെ കുടുംബശ്രീക്കാരെല്ലാം വന്നിട്ട് ഷൂട്ടിംഗ് എടുത്തതാണ്. അമ്മേരെ പരിചയപ്പെട്ട ആൾക്കാരോടെല്ലാം വർത്താനം പറയുന്നുണ്ട്. സൂര്യകാന്തി വിരിഞ്ഞിട്ട് 5-6 ദിവസത്തിനുള്ളിൽ തന്നെ വന്നിട്ട് നമ്മ ഫുള്ള് കവർ ചെയ്യണം. എന്നാൽ നല്ല രീതിയിൽ അത് പൂവുണ്ടാവും. ഇപ്പൊ ഏകദേശം അത് അതിന്റെ വിത്താവാനായി. ആ പൂ വാടി ഇതെല്ലാം തല കുത്തി നിൽക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ. അത് അടുത്ത വർഷം ഇവര് വീണ്ടും കൃഷി ചെയ്യും. ആ സമയം നമുക്ക് നേരത്തെ വന്നിട്ട് വീഡിയോ എടുക്കണം. ചിലത് ഇപ്പൊ മുകളിലേക്ക് നിൽക്കും. അതിപ്പം വിരിഞ്ഞത്. ഇത് വിരിഞ്ഞിട്ട് ഒരു 5-6 ദിവസമായപ്പോ ഇത് അത്യാവശ്യം നല്ലുണ്ട്. ഇങ്ങോട്ട് വിരിഞ്ഞിട്ട് 3-4 ദിവസമായ പൂവാണിത്. ഇതെല്ലാം നേരെ എന്റെ തല നേരെ മുകളിലേക്കുണ്ട്. ബാക്കി ഇതെല്ലാം വിളവെടുക്കാനായി. നാളെയായിരിക്കും ഇതിന്റെ വിളവെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂല. ഇതിന്റെ ചെറിയ ചെറിയ പൂക്കളെല്ലാം ഉണ്ട്. ഇപ്പം കുറെ ആൾക്കാർ വരുന്നുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്.
ഇതൊക്കെ പൂവെല്ലാം തലകുത്തി നിന്നിട്ടുണ്ട്. ഇവരെ ഇതിന്റെ ഒന്നിച്ചിന്നെ തേനീച്ച പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പുറം പൊട്ടുവളരി അല്ലേ? ഇതാ കണ്ടെത്തുന്ന തന്നെ പൊട്ടിയിട്ട് ഇങ്ങനെ തൊല്ലി ഇങ്ങനെ വരും. ആ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർത്തക്കന്നെ കവർ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് കൊണ്ടല്ലാന്ന്. എന്നിട്ട് ഇതിന്റെ വിത്തെടുക്കണം. വിത്തെടുത്തിട്ട് നമുക്ക് ജ്യൂസ് ആക്കാം. പാല്, ബദാമ്, പിന്നെ ഏലക്കി അങ്ങനത്തെ എല്ലാം ജ്യൂസ് ആക്കിയിട്ട് ബ്രെഡിൽ വെച്ച് നമുക്ക് കുടിക്കണം. ഷുഗറിന് നല്ല ഷുഗർ ഇല്ലപ്പോ അതൊന്നും പഞ്ചസാരൊന്നും ഇടണ്ട, അത് തന്നെ കുടിക്കാം. ഈ ഒരു സൈഡ് മാത്രം പൂ കുറച്ചധികം കാണാനുണ്ട്. ബാക്കിയെല്ലാം തലകുത്തി നിന്നു. ഇത് നാളെ ആകുമ്പോഴത്തേക്കെല്ലാം തലകുത്തി നിൽക്കും. ഇതേപോലെ എല്ലാ സൂര്യകാന്തിയും പൂത്ത് നിന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മ വരുമ്പോഴത്തേക്കും സൂര്യകാന്തിയുടെ സമയം കഴിഞ്ഞു. 10 ദിവസമാണിത് വിടർന്നിട്ടുണ്ടാകുന്നത്. 10 ദിവസം ഇന്നത്തേക്ക് 11ാമത്തെ ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം തലകുത്തി നിന്നിട്ടുണ്ട്. അമ്മ അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. നമ്മ രണ്ടാളും സൂര്യകാന്തി പാടം കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഉടമയായ ശ്രീവിദ്യച്ചോട് കുറച്ച് കാര്യം ചോദിക്കാലേ? അതെ, എല്ലാം ചോദിക്കണം, നമുക്കറിയില്ലല്ലോ. ശ്രീവിദ്യേച്ചി നമസ്കാരം. നമസ്കാരം. സൂര്യകാന്തി പാടമെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. നമ്മ വരാൻ കുറച്ച് വൈദ്യുപോയി. എന്തായാലും കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഞാനും അമ്മയും കൂടിയിട്ട് ദൂരെ സ്ഥലത്തേക്ക് പോയി കാണാൻ വേണ്ടി പ്ലാൻ ആക്കിന്, തമിഴ്നാട്ടിലേക്ക്. അതൊന്നും പോകാൻ പറ്റിയിട്ടില്ല. നമ്മളെ നാട്ടിൽ തന്നെ നിങ്ങൾ സൂര്യകാന്തി ഇത്ര നല്ല മനോഹരമായിട്ട് കൃഷി ചെയ്തു, അത് കാണാൻ പറ്റി. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ശ്രീവിദ്യേച്ചിയുടെ വാക്കുകൾ പറഞ്ഞു. അതിന് എനിക്ക് സന്തോഷം. കാരണം ഇതെല്ലാം നിങ്ങൾ ഏറ്റെടുത്തില്ല. നമ്മളെ കാസർഗോഡുകാർ ഇത് ഈ പാടങ്ങനെ ഈ പാടും പൊയിനാഴ്ചയും ഈ തറവാടും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലും എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മളെ നാട്ടിലും ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു വലിയൊരു തെളിവാണ് ഇപ്പൊ നമുക്ക് ഈ കാണുന്നത് തന്നെ. ഒരുപാട് സന്തോഷം. ശ്രീവിദ്യേച്ചിക്ക് 2 അവാർഡല്ലേ കിട്ടിയത്? 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏതല്ലോപ്പാ? ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ യുവ കർഷകശ്രീ അവാർഡ്, അത് കഴിഞ്ഞിട്ട് യുവജനക്ഷേമ ബോർഡിന്റെ യൂത്ത് ഐക്കൺ അവാർഡ് 2025. അപ്പൊ ഈ വർഷം കൂടി കിട്ടട്ടെ. നമ്മുടെ പുതിയ തലമുറയിലെ ആൾക്കാരോട് എന്ത് പറയാനുള്ളത്? കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരോട് കൃഷി എനിക്ക് പറയാനുള്ളത്, മണ്ണ് നമ്മളെ ചതിക്കില്ല എന്നുള്ള ഒരു ഇത് തന്നെയാണ്. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണല്ലോ, മണ്ണ് നമ്മളെ ചതിക്കില്ല. അപ്പൊ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മള് വളരെ ഇതിന് ഒരു കുറച്ചും കൂടി ഐഡിയപരമായിട്ടും കുറച്ച് എന്താ പറയാ, അതിനെ നമ്മള് ബാക്കി പ്രൊഫഷൻ കാണുന്ന പോലെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാല് സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ച് നമ്മള് ബാക്കി എല്ലാ മേഖലയിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു ഇതിലെ തന്നെ കൃഷിയെ സമീപിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിൽ എന്തായാലും നമുക്ക് വളരാൻ വേണ്ടി സാധിക്കും. നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ സൂര്യകാന്തി പാടം ഉണ്ടാവട്ടെ. എല്ലാവരും പറയുന്നതും അതാണ്, വിദ്യച്ച് ഇത് മാത്രം പോരാ, ഇതിനേക്കാളും കൂടുതൽ ചെയ്യണമെന്നാണ്. കാരണം നമ്മൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിന് അറിയാലോ ഏറ്റവും കൂടുതൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അതുപോലെ പിന്നെ വന്യമൃഗ ശല്യം നമുക്ക് കൂടുതലുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പൊ ഇവിടെ തന്നെ സൂര്യകാന്തി തന്നെ നമുക്ക് അറിയാം, ഒരു പ്രാവശ്യം പന്നി ഒന്ന് അതിലൂടെ ഓടിയാൽ തീർന്നു. അപ്പം നമുക്ക് റിസ്ക് ഉണ്ട്, റിസ്ക് എല്ലാത്തിലും റിസ്ക് ഉണ്ട്. അപ്പൊ അതേപോലെ കൃഷിയിലും റിസ്ക് ഉണ്ട്. അപ്പൊ നോക്കാം, നമുക്ക് ഭാവിയിൽ നല്ല സ്ഥലങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു തോട്ടം നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ 2 സെക്ഷൻ ആയി കഴിഞ്ഞാൽ അല്ലെ, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഒരു പാടത്തിന്റെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത പാടം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോ അറിഞ്ഞിട്ട് ഇനിയിപ്പോ നാളെ കുറച്ച് ആൾക്കാർ വരും, അപ്പോഴത്തേക്കും കഴിഞ്ഞു. കാരണം നമുക്കിത് പൂ വിരിഞ്ഞ് ഒരു 10 ദിവസം മാത്രമേ നമുക്ക് സൂര്യകാന്തി കിട്ടുള്ളൂ. അതിനുശേഷം അത് ഇത് വിത്താവാൻ തുടങ്ങി. വിത്താവുമ്പോ പൂവൊക്കെ ബെൻഡാവും. അന്നേരം നമുക്കിത് ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നാളെ 17-ാം തീയതി വരെ ഇത് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വിത്ത് എടുക്കുന്നുണ്ട്. ഇന്നത്തെ സൂര്യകാന്തി പാടം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നും. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.